സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സത്യമായിട്ട് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. എന്റെ സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സത്യമായിട്ട് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. എന്റെ സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. സത്യമായിട്ട് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ജാതികളെ മോദിപ്പിൻ മറിയാമോദി, താതനയാർ നേം തനയൻ കബറിനേറി, ദ്യുതിസുതരേ ദ്യുതിസുതരേ ദ്യുതിയാസന്നം ആരുളിയാം പകലിതിനെ സ്തോത്രം ചെയ്വീൻ. പ്രഭ കണ്ടിട്ടാരെന്നവളാരായുന്നു, ഇതു ഞാൻ താനെന്നവളെ ബോധിപ്പിച്ച, ഊഴറിച്ചെന്നറിയിപ്പിൻ ശ്രീഹന്മാരെ, ഉയിരാർന്നേൻ ഉയിരാർന്നേൻ പതറിയിടേണ്ട. താതനയാർ നേം തനയൻ കബറിനേറി, ദ്യുതിസുതരേ ദ്യുതിസുതരേ ദ്യുതിയാസന്നം ആരുളിയാം പകലിതിനെ സ്തോത്രം ചെയ്വീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹവും വിനയവും ക്ഷമയും ബലഹീനതയായി കണ്ട പീലാത്തോസിനോടുള്ള മറുപടിയാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. യുദ്ധത്തിനോ വാളിനോ നൽകുവാൻ കഴിയാത്ത സമാധാനം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ലോകത്തിന് മുഴുവനും തൻ്റെ ഉയർപ്പിലൂടെ പ്രദാനം ചെയ്യുകയാണ്. ആ ക്രിസ്തുവിൻ്റെ ലോകത്തിൻ്റെ മുന്നിലുള്ളതായ ബലഹീനതയും ക്ഷമയും ആ സ്നേഹവുമാണ് ഇന്ന് കോടാനുകോടിയുടെ ഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നത്. ആ സ്നേഹത്തിൽ, ആ ക്ഷമയിൽ, ആ സഹനത്തിൽ നമുക്ക് മുന്നോരാം. ഉയർപ്പിൻ്റെ ആ പ്രത്യാശാനിർഭരമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും ലോകം മുഴുവനും അനുഭവിക്കുവാൻ മുഖാന്തരമാക്കാം. എല്ലാവർക്കും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഉയർപ്പ് മംഗളങ്ങൾ നേരുന്നു. ഹാപ്പി ഈസ്റ്റർ.